പനിയുമായി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 7 വയസ്സുകാരന് ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് എതിരെയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതിയുമായി വന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 കുട്ടിയുമായി താലൂക്ക് ആശുപത്രിയിലെത്തിയ വാണിയംകുളം ചെറുകാട്ടുപുലം സ്വദേശികളായ നിതീഷ്, രേഷ്മ ദമ്പതികളുടെ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്നാണ് പരാതി. പനിയും ഛർദിയുമായി പുലർച്ചെ 1:30 ദമ്പതികൾ താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കുട്ടിയുടെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടും ടെമ്പറേച്ചർ പോലും പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും അവഗണിക്കുകയായിരുന്നു എന്നുമാണ് പരാതി. 3/4 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതോടെ കുട്ടിയുമായി സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടി വന്നുവെന്നും അവിടെ നിന്നും ചികിത്സ ലഭിച്ച ശേഷമാണ് കുട്ടിയുടെ ഛർദിയും പനിയും വിട്ടുമാറിയതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. മുൻപ് അപസ്മാരമുണ്ടായിരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഡോക്ടർ നിഷേധ സമീപനമാണ് കാട്ടിയതെന്നാണ് ഇവരുടെ ആക്ഷേപം. തീർത്തും അവിടുന്ന് ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലായിരുന്നു ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും പെരുമാറ്റം ഉണ്ടായത്. കുട്ടി പനിയായിട്ട് പോയി, മോന് ഓൾറെഡി ഫിക്സ് ഉണ്ടായിരുന്നതാണ് ചെറുപ്പത്തിൽ, 3 വയസ്സൊക്കെ സമയത്ത്, 7 വയസ്സായി. പക്ഷെ പനി ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാണ്ട് അവർ രാവിലെ എഴുതിയ പീഡിയാട്രീഷ്യൻ എഴുതിയ മരുന്ന് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കുട്ടിയുടെ വെയിറ്റ് നോക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ടെമ്പറേച്ചർ നോക്കുകയോ ഒന്നും ചെയ്തില്ല. കുട്ടിയുടെ രക്ഷിതാവ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പ്രതികരിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടല്ല. 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. സാധാരണക്കാർക്ക് ആശ്രയിക്കേണ്ട അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ ഈ രീതിയിൽ നിരുത്തരവാദമായിട്ട് പെരുമാറുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അതിനെ അധികാരികൾ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് എന്തായിട്ട് പോകണം തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇനിയൊരാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരാതി ലഭിച്ചിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയാണെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. ന്യൂസ് 18 ഒറ്റപ്പാലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.